Hello, welcome back to Shahnaaz in Wonderland. After a long gap of 2 weeks. 2 weeks ആയി രണ്ടാഴ്ചയായി ഞാൻ വന്നിട്ടില്ല. എന്നെ മിസ് ചെയ്തവർ ആരെങ്കിലും ഒരാളുണ്ടാവും. ചെയ്തിട്ടുണ്ടാവും, അല്ല ചെയ്തില്ലെങ്കിലും സാരമില്ല. ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതാ പിന്നെയും വന്നിട്ടുണ്ട്. നിങ്ങളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഒന്നും കൂടി നിങ്ങളോടായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഡള്ളായിപ്പോയി. 2 വീക്സ് എന്ന് പറഞ്ഞാൽ കുറേ സംഭവങ്ങൾ നടന്ന്. എന്തായാലും ഇലക്ഷൻസിൻ്റെ റിസൾട്ട്സ് വന്ന് എല്ലാം അട്ടിമറിഞ്ഞ് പിന്നെ എല്ലാം നല്ലതിന് വരട്ടെ എന്ന് വിചാരിച്ച് നടക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ആക്സിഡൻറ്റ്സ്, എവിടെ നോക്കിയാലും പേപ്പർ തുറന്നാലും ന്യൂസ് തുറന്നാലും ആക്സിഡൻറ്റ്സ്. അതൊക്കെ കേട്ടാൽ തന്നെ നമ്മളാകെ ഡള്ളായി പോകും. ട്രിപ്പിന് പോയൊരു ബൈക്ക് ആക്സിഡൻറ്റ്സ്, കാർ ആക്സിഡൻറ്റ്സ്, എവിടെ ബോട്ട് ആക്സിഡൻറ്റ്, മധ്യപ്രദേശിലെ ബോട്ട് ആക്സിഡൻറ്റ് ഭയങ്കര സങ്കടപ്പെടുത്തി. അതിങ്ങനെ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമായി പോകുന്നുണ്ട്. നല്ല ജോളിയായിട്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് ഒരു സെക്കൻഡ്സ് കൊണ്ട് എല്ലാം മാറി മറയുന്നു. അതിൽ ഹീറോസായിട്ട് അവിടെ വർക്കേഴ്സ് അവരെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് അവർ കുറേ ആളെ രക്ഷപ്പെടുത്തി. ഇങ്ങനത്തെ അൺസീൻ ഹീറോസിന് സല്യൂട്ട്സ്. ശരിക്കും അവർക്കാണ് ശരിക്കും അവാർഡ്സൊക്കെ കൊടുക്കേണ്ടി. പ്രസിഡൻ്റെ കൈ കൊണ്ട് ബ്രേവറീൻ്റെ അവാർഡ്സ് കൊടുക്കുന്നത്. അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവരെവിടുന്നോ മേലെ നിന്ന് ചാടിയിട്ട് അവരവരെ ലൈഫ് റിസ്ക് ചെയ്തിട്ട് 4-5 വർക്കേഴ്സാണ് കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്ത്. അവരും കൂടി ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് കാഷ്വാലിറ്റീസ് കൂടുതലാവുമായിരുന്നു. അവരുള്ളതുകൊണ്ട് കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ട്. അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ഈ ലോകത്ത് ആവശ്യം. ഇനി അത് കഴിഞ്ഞ് പിന്നെ ഇതാ നായിൻ്റെ ഭീഷണി പോയി. നായിൻ്റെ ഭീഷണിയായിരുന്നു, എവിടെ നോക്കിയാലും പണ്ട് നായിൻ്റെ ഭീഷണിയായിരുന്നു. ഇപ്പോൾ എവിടെ നോക്കിയാലും പാമ്പിൻ്റെയാണ്. പാമ്പ് ഭീഷണി, പാമ്പ് കടിച്ച് മരണങ്ങൾ. അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും പാമ്പുണ്ടെന്ന് വിചാരിച്ചു പോകുന്നു. എവിടെ നോക്കിയാലും പാമ്പിൻ്റെ കഥകൾ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളങ്ങായിട്ട് ഇങ്ങനെ ഡേയ്സ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. പുറത്ത് പോകാനും പുറത്തിറങ്ങാനും മടി, അകത്തിരിക്കാനും മടി എന്ന് പറഞ്ഞാൽ പോലെ ചൂട് വേറെ. ഒരു 2 നല്ല മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചൂട് അങ്ങനെ തന്നെയുണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. അന്ന് കുറച്ചൊരു തണുപ്പുണ്ടായിരുന്നു. അത് തണുപ്പല്ല, ഒരു ചെറിയൊരു പ്ലസൻറ്റ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ തന്നെ പിന്നെയും ചൂട് തുടങ്ങി. അത് കഴിഞ്ഞിപ്പോൾ രാഷ്ട്രീയത്തിൽ പിന്നെ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ഗവൺമെൻറ് മാറാൻ പോവുകയാണ്. എല്ലാം ഓൾ ദ ബെസ്റ്റായി വരട്ടെ, എല്ലാവർക്കും ജനങ്ങൾക്ക് നന്നായി വരട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ച് നടക്കുക. പക്ഷേ ഈ എല്ലാ പ്രോബ്ലംസിനേക്കാളും വേറൊരു പ്രോബ്ലം ശരിക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എന്നെപ്പോലത്തെ നമുക്ക് മെയ്ഡ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ, വീട്ടിലൊരു മെയ്ഡ്സിന് ആവശ്യം വരാണ്ടിരിക്കട്ടെ, മെയ്ഡ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ മെയ്ഡ്സിന് നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ട്രെയിൻ ചെയ്ത് നമ്മളെ രീതിയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊരു പെർഫെക്റ്റായി വരുമ്പോൾ പെട്ടെന്നായിരിക്കും അവർക്ക് പോകേണ്ടി വരിക. അപ്പോൾ ഒരു പുതിയ മെയ്ഡ് വരുന്നതാണ് ഏറ്റവും വലിയൊരു ടെൻഷനും തലവേദനയും. അത് അനുഭവിച്ച ആൾക്കാർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കഥകളുമായിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ, നൈസ് ഈവനിങ്, ബൈ, ടേക്ക് കെയർ.